ആലപ്പുഴക്കാരെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു റിസൾട്ടായിപ്പോയി. 12 കോടി ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് ശക്തമായ മഴയായിരുന്നു. ഈ മഴയിലൊക്കെ തന്നെ മുങ്ങി വെള്ളക്കെട്ടിലൊക്കെ അകപ്പെട്ട് നിന്നവരൊക്കെ തന്നെ പെട്ടെന്ന് അവരെടുത്ത ലോട്ടറിയൊക്കെ പരിശോധിച്ചു. പക്ഷേ ഇത് നമ്മുടെ കളർ കോഡുള്ള ഒരു ഏജൻറ്റ് അനിൽകുമാർ എടുത്ത ടിക്കറ്റിനാണ് അടിച്ചത്. അനിൽകുമാർ അതൊരു സബ് ഏജൻറ്റായിട്ടുള്ളൊരു അവരുടെ ഒരു സ്ത്രീയുണ്ട്, അവർക്ക് കൊടുത്തു. അവർ 10 ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഭാഗ്യാന്വേഷിയെ തിരക്കി നടക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സുഗുണൻ ചേട്ടൻ നിൽപ്പുണ്ട്. അദ്ദേഹം ഇതിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കിലുക്കത്തിലെ ഒരു ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ഒറ്റ നമ്പറിനാണ് അദ്ദേഹത്തിന് ഈ 12 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചേട്ടൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. മകനും ടിക്കറ്റിൻ്റെ വിവരമൊക്കെ അറിഞ്ഞ് വന്നതാണ്. പക്ഷേ എന്തായാലും എന്ത് തോന്നുന്നു ചേട്ടാ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? എനിക്കിത് എന്നെ ഇവർ വിളിച്ചു പറഞ്ഞു, സബ് ഏജൻറ്റ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, സുഗുണൻ ചേട്ടാ ഇങ്ങനെ എനിക്ക് നമ്മൾക്കാണ് ഫസ്റ്റ് പ്രൈസ് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയ നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ ജയ എന്നോട് പറഞ്ഞു അവസാനം 87ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 88ഉം 86ഉമാണ് എടുത്തിരിക്കുന്നത്. ഈ 80 ചേട്ടന് അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡബിള് വീഴാറുണ്ട്. 88ഒക്കെ ചെറിയ പ്രൈസൊക്കെ കിട്ടാറുണ്ട്, 5000, 2000, 1000, 500ഒക്കെ കിട്ടാറുള്ളതുകൊണ്ട് ഞാൻ ഡബിൾ എടുത്തു. 87 എന്ന് പറയുന്നത് ഇവൻ്റെ നമ്പർ, ഭാഗ്യ നമ്പറാണ്. എൻ്റെ 4ആണ്. അപ്പം ഇളയാളുടേത് 88ആണ്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ എടുത്തത്. പിന്നെ 86-ന് എപ്പോഴും സ്ഥിരം എനിക്ക് ഇടയ്ക്ക് 500, 1000, 5000 ഒക്കെ ഇടയ്ക്ക് വീഴാറുണ്ട്. അത് ഇടയ്ക്കൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ 87 കിടപ്പുണ്ട്. 87 അങ്ങനെ ഞാൻ എടുക്കാത്തൊരു നമ്പറാണ്. ഇതിപ്പോൾ ശരിക്കും ഒറ്റ നമ്പറിന്, അതായത് 490986. അതെ ഒറ്റ നമ്പർ, അതായത് ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. ബാക്കി സീരിയലും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. അപ്പോൾ അവരെന്നോട് പറയുകയും ചെയ്ത് ചേട്ടനെടുക്കുക ഇപ്പോൾ കൈനീട്ടം ഇപ്പോൾ എന്നെ കൊണ്ട് വെപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ആ കടയിൽ ചെന്ന് അവിടെ രാവിലെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഇവിടെ വെള്ളം കയറി, ഇത് ഫസ്റ്റ് പ്രൈസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പൂഴിയൊക്കെ അടിച്ച് പൊക്കി കടയിൽ നിന്ന് ടർപ്പളൊക്കെ വലിച്ചു കെട്ടണം. ഞാൻ പറഞ്ഞു ഈശ്വരൻ തരട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇന്ന് രാവിലെയും മഴ കാരണം അവിടെ രാവിലെ ചെന്ന് ഒരു ചായ കുടിച്ചു. അപ്പം വേറെ നാളത്തെ ടിക്കറ്റുണ്ട്, അതൊരെണ്ണം എനിക്ക് തന്നു, അത് ഞാൻ വാങ്ങിച്ചു. പിന്നീട് പൈസ കൊടുക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ഈ ടിക്കറ്റിൻ്റെ പൈസ ഇന്ന് രാവിലെ ഞാൻ കൊടുത്തത്, ആ കൊച്ചിനെ കൊടുത്തത്. അതും ആ കൊച്ച് പലിശയ്ക്കെങ്ങാണ്ട് കാശെടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കായിരിക്കും എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു 11 മണിയായപ്പം അവർ കട അടച്ച് വെള്ളം കൊണ്ട് നിൽക്കാൻ മേലെന്നും പറഞ്ഞ് പോവുകയും ചെയ്തു. ചേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാര്യം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് 85-ന്, ചേട്ടൻ എടുത്തിരിക്കുന്നത് 86, 87. ആ സമയത്ത് ഈ 85 അവിടെ കിടപ്പുണ്ട്. ഇല്ല, ഞാൻ ആദ്യം എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ കൊണ്ടിട്ട ഒരു 3-4 ദിവസിക്കുമ്പോൾ കൊണ്ടിടുമ്പോഴത്തേക്കിന് 88, 87, 86, 85 എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് 88 എടുക്കാമെന്നും പറഞ്ഞാൽ ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞൊരു ടിക്കറ്റ് മിച്ചം വന്നിട്ടുണ്ട്, സുഗുണൻ അത് എടുക്ക്, പൈസ പിന്നെ തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് മതിയാന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ ആണ് ഞാൻ ഇത് 86 എൻ്റെ കയ്യിൽ തരുന്നത്. പക്ഷേ 87 അവിടെ മിച്ചം കിടന്നിരുന്നെങ്കിൽ എനിക്കുള്ളതായിരുന്നേനെ. ചേട്ടൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല? എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഇത്രയും കോടികൾ കൈയുടെ അരികിൽ വന്നിട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. എന്താണ് ഭാഗ്യം ചേട്ടൻ ഇതുവരെ കടാക്ഷിച്ചിട്ടില്ല? എന്തോ എനിക്കറിയില്ല, പക്ഷേ നാളെ കടാക്ഷിക്കുമായിരിക്കും, എനിക്കറിയില്ല. ഇങ്ങനെ പല ടിക്കറ്റിലും കുറച്ച് പൈസയുടെ കാര്യങ്ങളിൽ നമ്പറൊക്കെ മാറാറുണ്ട്. അങ്ങനെ ഇത്രയും ഇത് 12 കോടിയാണ്. ചെറിയ 12 കോടി കയ്യിൽ ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെ. പക്ഷേ അടിച്ചവൻ രക്ഷപ്പെടട്ടെ, അല്ലാതെ എന്ത് പറയാനൊക്കെ അടിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ എനിക്കൊരു കുഞ്ഞു വീട് വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ചെയ്യണം. അങ്ങനെ മനസ്സിലെപ്പോഴും ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ല. ഇത് മകനാണ്, ഇത് മകനാണ്. എന്ത് തോന്നുന്നു അച്ഛൻ്റെ? ഞാൻ എൻ്റെ ഫ്രണ്ട് ഇന്നലെ ചോദിച്ചതേ ഉള്ളൂ, നിങ്ങൾ ഈ ബമ്പർ എടുത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹരീഷിനോട് കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞുള്ളായിരുന്നു, അളിയാടെ അച്ഛൻ എടുത്തിട്ടുണ്ട്, അടിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടക്കണം. ശരിക്കും ഇപ്പം എന്ത് തോന്നാൻ വിഷമം തോന്നുന്നു, നല്ല വിഷമം തോന്നുന്നു. അതെ, അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 6-7 കോടി കൈ കിട്ടത്തില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളതേ ഉള്ളൂ. വിഷമത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിരിയാണ്. അതെ നമുക്ക് ടെൻഷൻ ശരിക്കും ഉണ്ട്. പലരും എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ ഒരുപാട് പേർക്ക് ഇത് ഫോണിൽ ഇട്ട് കൊടുത്തു. ഇതാണ് ടിക്കറ്റ്. അതെ, ഇട്ട് കൊടുത്തപ്പോൾ ആൾക്കാരെല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വിധിച്ചിട്ടില്ല, അരിയിൽ വന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഒരുപാട് നഷ്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുള്ളതാണ്, അത് സാധിക്കാൻ പറ്റിയിട്ടില്ല. അത് മക്കളിൽ കൂടി ആകണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒന്നും ആയിട്ടില്ല. ദൈവം തരും എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ എന്തായാലും ഷമി ഇദ്ദേഹത്തിന്റെ അടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. സുഗുണൻ ചേട്ടന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. ഈ ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ നമുക്കിപ്പോൾ അറിയേണ്ടത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാൻ അറിയാം.
അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ആ ടിക്കറ്റിന് അടിച്ച പ്രൈസുമാണ് അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊടുത്തു കാണും. സ്വാഭാവികമായിട്ടും നാളെ മാത്രമേ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്ത് പറയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സേഫാക്കിയതിന് ശേഷം മാത്രമേ പറയുള്ളൂ. ആകപ്പാട് 10 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ 10 ടിക്കറ്റ് എടുത്തവരെ ഏജൻറ്റ് വിളിച്ചിരുന്നു. പക്ഷേ അതിലൊരാൾക്ക് ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അവരത് പറയുന്നില്ല. അതിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ നാളെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമായിരിക്കും അവരുടെ കാര്യങ്ങൾ. അവർ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 സമ്മാനം ബാങ്കിൽ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സേഫാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ഈ കാര്യങ്ങൾ തുറന്നു പറയുകയുള്ളൂ. എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഇപ്പോൾ എന്തായാലും സൂണൻ ചേട്ടൻ്റെ ഒരു വിഷമത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഷമി നമ്മളിവിടെ എത്തിയത്. സുഗുണൻ ചേട്ടൻ ആ 1 സമ്മാനം ലഭിച്ച ടിക്കറ്റ് അവിടെ ഇട്ടതിന് ശേഷം മറ്റ് ടിക്കറ്റ് എടുത്തു അല്ലേ? 87 അവിടെ ഇട്ടതിന് ശേഷം 88ൻ്റെ ടിക്കറ്റ് എടുത്തു എന്നാണ് അല്ലേ ആദ്യം? അപ്പുറത്തും ഇപ്പുറത്തും അതായത് ഷമി 85-നാണ് അടി, 87-നാണ് അടി, 86-ഉം 85-ഉം 88-ഉം എടുത്ത്. 2 ടിക്കറ്റ് അത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ടിക്കറ്റ് ഉണ്ട്. നടുക്കത്തെ ടിക്കറ്റ് എടുത്തില്ല, അതിനടി. അപ്പുറത്തും പോയി. അതെ, അപ്പുറത്തും ഇപ്പുറത്തും പോയി. അപ്പോൾ സൂണൻ ചേട്ടനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെയാണ്. അദ്ദേഹത്തിന് ഭാഗ്യം അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്.